അങ്ങനെ ഗായ്സ്, ഇതാ നമ്മൾ അടുത്ത പരിപാടി നേരെ മൈസൂർ സൂവിലേക്ക് പോവുകയാണ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിതാ നേരെ സൂവിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം ഇതാ സൂവിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള പരിപാടിയാണ്. ഇതുണ്ട്, അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഈ ഒരു കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നേരെ ഉള്ളിലേക്ക് കയറുന്നതാണ് കേട്ടോ. കയറുപാടും തന്നെ രണ്ട് സൈഡിലും ഒരുപാട് വെറൈറ്റി രീതിയിലുള്ള പക്ഷികളെ കൂട്ടങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. ഓരോ സൈഡിലായിട്ട് പക്ഷികളെ കാണാം. നമ്മൾ ഏകദേശം കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ മുന്നോട്ട് ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് പോകുന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൈസൂർ സൂവിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇവിടെ ഓൾറെഡി വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതാണ്. അവർ പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കിടിലൻ കാഴ്ചകളാണ് എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും കയറിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഒരുപാട് കിടിലൻ വെറൈറ്റി കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഗായ്സ്, ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളെ കണ്ടിട്ട് നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് ഇതുണ്ടോ, പുലീൻ്റെയും കടുവേൻ്റെയൊക്കെ ഓരോ സെക്ഷനിലേക്കാണ്. ഇനി അങ്ങോട്ടേക്കാണ് ഇങ്ങനത്തെ കിടിലൻ ഐറ്റംസൊക്കെ ഉള്ളത് കേട്ടോ. നമ്മൾ ഈ ഒരു സൂവിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 മണിക്കൂർ നമുക്ക് ഇവിടെ തന്നെ ചിലവഴിക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പം തന്നെ നമ്മളൊക്കെ മൃഗങ്ങളെ കണ്ടു തുടങ്ങിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് ഒരുപാട് കാഴ്ചകൾ കാത്തിരിക്കുന്നുണ്ട്. ഇതുണ്ടോ, അത്യാവശ്യം വെയിലും ഉണ്ട്. അതേ സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് മുന്നോട്ടേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഒരു അകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരുപാട് ഏരിയകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ഓരോ മാപ്പുകളൊക്കെ ഇവിടെയുണ്ട്. ഇതുണ്ട്, നമ്മൾ ഓരോ മൃഗങ്ങളെയും കണ്ട് കണ്ട് ഇങ്ങനെയുള്ളൊരു യാത്രയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നടന്ന് ക്ഷീണിച്ച് വരുന്നവർക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുത്ത വെള്ളവും ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള ഒരുപാട് കടകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഗൈസ് നമ്മൾ മൈസൂർ സൂത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ട് കുറേയൊക്കെ വീഡിയോ എടുത്ത് ഇടയ്ക്ക് ഫോണിൻ്റെ ചാർജ് ഒന്ന് തീർന്നുകൊണ്ട് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട്. അപ്പോൾ മൈസൂർ വരുന്നവരെന്തായാലും സൂവിലൊന്ന് കയറിക്കോ. ഏകദേശം ഒരു 2-3 മണിക്കൂർ ചിലവഴിക്കാനുള്ള ഏരിയ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങാനുള്ളൊരു പരിപാടിയാണ്. നേരെ ഇനി ഇറങ്ങിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ച ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ മൈസൂരത്തെ കാഴ്ചകളൊക്കെ ഉള്ള വീഡിയോ അടുത്തൊരു പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സൂവിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് കേട്ടോ.